ഒക്ടോബർ മാസത്തെ PSC കലണ്ടർ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഏതൊക്കെ എക്സാമുകൾക്ക് എത്ര ആൾക്കാരാണ് ഇതിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ദിവസങ്ങളാണ് ഈ നടക്കാൻ വേണ്ടി പോകുന്നതും അതിലേക്ക് എത്ര ആൾക്കാർ നമ്മളോട് മത്സരിക്കാനുണ്ട് എന്നതും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. യെസ്, ആദ്യം വരുന്നത് നമുക്കറിയാം ടെക്നിക്കൽ എക്സാമിൽ തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. 319/2024 ആയിരുന്നു ഈ ഒരു പോസ്റ്റിന് കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത്. എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് 9/10/2025 തേഴ്സ്ഡേ ആയിരിക്കും. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം അറൗണ്ട് ഒരു 11,000 റേഞ്ചിലായിരുന്നു. 11,890 എന്ന റേഞ്ചിലായിരുന്നു അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 8,931 ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3,000-അടുത്ത ആൾക്കാർ എക്സാം കൺഫർമേഷൻ കൊടുക്കാതെ ഒഴിവായിട്ടുണ്ട്. അപ്പോൾ അത്രയും കൺഫർമേഷൻ്റെ കൊടുത്തു വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ അത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അടുത്തൊരു പോസ്റ്റ് വരുന്നത് വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റാണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു ഈ എക്സാം നടത്താൻ വേണ്ടി പോകുന്നത്. 385/2024 ആയിരുന്നു കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നത്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു എക്സാം നടത്താൻ വേണ്ടി പോകുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഈ ഒരു എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. 28/10/2025 ഈ ഒരു എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് നമുക്കറിയാം ആകെ നോക്കി 10,002 ആൾക്കാർ മാത്രമാണ്, അല്ലെ, 10,000 പേര് മാത്രമാണ് നമ്മളെ എക്സാമിന് വേണ്ടി നോക്കി കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിന് മുന്നേ ഒരു 11,311 പേരോളം ഈ ഒരു എക്സാമിന്റെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1,300ഓളം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവായി പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട എക്സാം തന്നെയാണ്. നോക്കി കൃത്യമായി തന്നെ ഓർത്ത് വെക്കാം. അടുത്തത് 033/2024 നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം നടത്താൻ വേണ്ടി പോകുന്ന ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. 30/10/2025 തേഴ്സ്ഡേ ആയിരിക്കും ഈ ഒരു എക്സാം നടത്താൻ വേണ്ടി പോകുന്നുണ്ടാവുക. നമുക്ക് അറിയുന്ന പോലെ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതായിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 28,413 ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് 7,100ഓളം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ കൊടുക്കാതെ. നമുക്കറിയാം ഓൾറെഡി ഇതിന്റെ എക്സാം 23 തീയതി ആയിരുന്നു. നമുക്ക് സെപ്റ്റംബർ 23 ആയിരുന്നു ഇത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒക്ടോബറിലേക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വന്നിരുന്നു. ആ ഒരു സിലബസ് റിവൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റം വന്ന് നമുക്ക് ഓൾറെഡി കണ്ടതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കൺഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് വീണ്ടും കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് 7,000-അധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ കൊടുക്കാതെ ഒഴിവായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം 21,313 പേർ മാത്രമാണ്. നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും സിവിൽ കഴിഞ്ഞ ആൾക്കാർക്കും കൃത്യമായി തന്നെ എഴുതി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. കാരണം കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന്റെ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ 1000-ൽ കൂടുതൽ ആൾക്കാർ, അല്ലെ, 1,096 പേരോളം അഡ്വൈസ് കിട്ടി. നമുക്കറിയാം അതിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു എണ്ണമായിരുന്നു. അപ്പൊ അത്രത്തോളം തന്നെ നമുക്ക് വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ എക്സാം നടത്തിയപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 50,000 പേര് ആൾക്കാരോളം ചെയ്യുന്നുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇത്രത്തോളം കോമ്പറ്റീഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 21,000 ആൾക്കാർ 2 ബ്രാഞ്ചും കൂടെ വരുന്ന എക്സാം ആണ്. ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. മെക്കാനിക്കൽ കഴിഞ്ഞവരും സിവിൽ കഴിഞ്ഞവരും കോമ്പീറ്റ് ചെയ്യുന്ന എക്സാം ആണ്. അതിൽ തന്നെ 21,313 പേർ മാത്രമാണ് ഇതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ വസ്തുതപരമായി തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിൽ തന്നെ ഇതിന് കൂടെ തന്നെ നടത്താൻ വേണ്ടി പോകുന്ന മറ്റൊരു എക്സാം ആണ് 238/2024 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തുന്ന എക്സാം. അതിലേക്ക് നമുക്കറിയാം 20,061 പേർ മാത്രമാണ് ഇപ്പോൾ കൺഫർമേഷൻ തന്നിട്ടുള്ളത്. പക്ഷേ 24,866 പേരോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നോക്കി 4,885 പരം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കി കൺഫർമേഷൻ കൊടുക്കാതെ ഇത് ഒഴിവായിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ വീണ്ടും കോമ്പറ്റീഷൻ ലെവൽ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്, അല്ലെ. 20,000 പരം ആൾക്കാർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം, നോക്കി അതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടത്താൻ വേണ്ടി പോകുന്ന ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഒരേ ദിവസം തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നുണ്ടാവുക. വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് അധികം ദിവസം ഒന്നും ഇനി
ഇനി ഇങ്ങോട്ടേക്ക് ഇല്ല. അപ്പോൾ വളരെ കൃത്യമായി ഒരു സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ ഈ ലിസ്റ്റിലേക്ക് എത്തി. ലിസ്റ്റിൽ എത്താന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് ലിസ്റ്റിലേക്ക് തന്നെ എത്തണം. ദാറ്റ് മീൻസ് ആ റാങ്കിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം നടത്താൻ വേണ്ടി പോകുന്ന എക്സാമുകൾ നമുക്കറിയാം, എപ്പോഴും ടെക്നിക്കൽ എക്സാംസ് എല്ലാം രാവിലെ നേരത്തെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അറൌണ്ട് ഒരു 7:50 ഇല്ല 7:15 കൂടിയായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ നടത്താൻ വേണ്ടി പോകുന്ന 4 എക്സാമുകളും സമയം കൃത്യമായി ഓർത്തിരിക്കുക, രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് മുന്നേ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ സെന്റർ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ രാവിലെ നേരത്തെ തന്നെ എത്തി നമ്മളെല്ലാവരും കൃത്യമായി പഠിച്ച് ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് മാറി പോകാതെ എന്ത് ചെയ്യുക, നേരത്തെ എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരും നമുക്ക് നോക്കി കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ എണ്ണം ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മളെ ആ ഒരു കോമ്പറ്റീഷൻ, നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു നമ്പർ കണ്ടു പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്തോല. ഓക്കെ, അപ്പോൾ ഇതിലെ കേരള വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 3 എക്സാമിന്റെ നമ്മുടെ സിലബസിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സിവിൽ ഉള്ളതുപോലെ തന്നെ അതിന് ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് സിവിൽ പഠിക്കണം, സിവിൽ പഠിച്ച ആൾക്കാർക്ക് മെക്കാനിക്കൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 38 മാർക്സിന്റെ വെയിറ്റേജ് കൂടെ തന്നെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ സിലബസ് വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സിവിൽ പഠിച്ചവർക്ക് മെക്കാനിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും, അതുപോലെ തന്നെ മെക്കാനിക്കൽ പഠിച്ചവർക്ക് സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ഒരു ബാച്ചും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന 2 ബാച്ചുകളും നമ്മൾ സൈലം ടെക്നിക്കൽ ഓൾറെഡി റണ്ണിംഗ് ആണ്. എല്ലാവർക്കും കൃത്യമായി നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എക്സാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് ആ ഒരു ജോലിക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ നിങ്ങളോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സൈലം ടെക്നിക്കൽ ഒപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഈ രീതിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഫീസാണ്. സിവിൽ പഠിക്കുന്ന സിവിൽ ബാച്ച് മാത്രമെങ്കിൽ സിവിൽ ടോപ്പിക് മാത്രമാണ് പഠിക്കണമെങ്കിൽ 999 സിവിൽ ടോപ്പിക്കുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ ടോപ്പിക്കാണ് പഠിക്കണമെങ്കിൽ 999 എന്ന് പറയുന്ന ഫീസിൽ അവിടെ മെക്കാനിക്കൽ ടോപ്പിക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഈ പറയുന്ന ചെറിയ ഫീസിൽ നമുക്കറിയാം ഇതിലെ സിവിൽ ടോപ്പിക്കിന്റെ പ്രത്യേകത കംപ്ലീറ്റ്ലി പ്രീ റെക്കോർഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സിലബസിലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കണ്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക, സെറ്റ് ആക്കി എടുക്കാം. ഇതിൽ നിന്ന് നോക്കിയാൽ മെക്കാനിക്കലാണ് പഠിക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നടത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ 2 ബാച്ചിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള 2 ബാച്ചിൽ ദാറ്റ് മീൻസ് അവർ 2 സിലബസും ഓറിയന്റഡ് ആയിട്ടുള്ള 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എല്ലാം കവർ ചെയ്ത് നിങ്ങളെ കൃത്യമായി ഒരു എക്സാം എങ്ങനെയാണോ ക്രാക്ക് ചെയ്യേണ്ടത് ആ ക്രാക്ക് ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങളെ സെറ്റ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും സൈലം ടെക്നിക്കൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾ പഠിച്ചു നിൽക്കാതെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളും ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയത്തിന് എന്ത് ചെയ്യുക, ഈ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തി പഠനം നോക്കി നാളത്തേക്ക് മാറ്റി വെക്കണ്ട. സിവിൽ പഠിച്ച ആൾക്കാരെല്ലാവരും നോക്കി കുറച്ചൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയിപ്പം സിവിലിൻ്റെതായിട്ടുള്ള എക്സാമുകൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മെക്കാനിക്കലും കൂടെ അതിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പയർഡ് ആകുക, സെറ്റാക്കി വെക്കുക. മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നമുക്കറിയാം ഇത്രയും വേക്കൻസി, ലാർജ് വേക്കൻസിയിലേക്ക് ഒരു എക്സാമും നടക്കാറില്ല. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും, അതിൽ സംശയമില്ല. കാര്യങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.